കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പുസ്തകമാണ് പി.ടി. ചാക്കോയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി പി.ടി. ചാക്കോ രചിച്ച ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്ര വിസ്മയ തീരത്ത് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഇത്രമാത്രം എങ്ങനെയാണ് ചാക്കോ റെക്കോർഡ് ചെയ്ത് വെച്ചത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതൊരു വിസ്മയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല. ഞാൻ കരുതുന്നത് ചാക്കോ പറയും, കുറിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച് കാണണം, അല്ലെങ്കിൽ അത്യപാരമായ ഓർമ്മശക്തിയാണ് ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ആദ്യത്തെ ഊഴത്തിൽ വരുന്ന സമയത്താണ് ചാക്കോ പിയാദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുന്നത്. അന്നു മുതലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ സവിശേഷത ഉൾപ്പെടെ, പറക്കുന്ന മുഖ്യമന്ത്രിയായി അദ്ദേഹം കേരളത്തിലുടനീളം യാത്ര ചെയ്യുകയും ശ്രദ്ധേയനാവുകയും ചെയ്തത്. രണ്ടാമത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കന്റോൺമെന്റ് ഹൌസ്, പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഹൌസിലെ ജീവിതം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം അദ്ദേഹം ചെയ്ത യാത്രകൾ, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, ആ കാലഘട്ടത്തിൽ സാധാരണക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധങ്ങൾ, രാഷ്ട്രീയത്തിലെ വിവാദങ്ങൾ, രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ, ഇതെല്ലാം ഒരു കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 2004-05 അല്ലെ, ആ ഒരു സമയം തൊട്ട് ഈ 2 വർഷം മുമ്പ് വരെയുള്ള ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ചരിത്രം, ജീവചരിത്രം എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി പി.ടി. ചാക്കോ രചിച്ച വിസ്മയ തീരത്ത് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു വി.ഡി. സതീശൻ.